ഹലോ ഹായ് ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുലിക്കാട് ചർച്ച. ഞാനിപ്പോൾ വരാൻ കാരണം ഈ വീഡിയോയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ അർജുൻ ഇന്നേക്ക് 6 ദിവസമായി മണ്ണിൻ്റെ അടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, ഇല്ലെങ്കിൽ മണ്ണിനടിയിലായിട്ട് ആ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന ഇപ്പോഴും നടത്തുന്ന ഈ ഒരു സ്പീഡ് ആദ്യ ഘട്ടത്തിൽ നടത്തിയിരുന്നു എങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ അർജുനോ ഇല്ലെങ്കിൽ അതിനോടൊപ്പം ഉള്ള 2 പേരിൽ ആരെങ്കിലും ഒരാളെയോ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ സർക്കാർ കേരള സർക്കാരായിരുന്നു, ഇല്ലെങ്കിൽ കേരളത്തിലാണ് ഈ സംഭവമെങ്കിൽ ഇതിനു മുമ്പേ അതിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കാൻ സാധിച്ചേക്കും എന്ന് ഉറപ്പാണ്. ഇതിപ്പം മറ്റൊരു സർക്കാരിൻ്റെ അധീനതയിരിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് നമ്മുടെ കേരള സർക്കാരിന് യാതൊരുവിധ കാര്യവും അവിടെ ചെയ്യാൻ സാധിക്കില്ല. എന്നാലും നമ്മുടെ ജനങ്ങളെ പോലും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. കാരണം അത് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആ ഇടിച്ചിൽ അവർക്ക് തടയാൻ സാധിക്കില്ല. അതെന്തായാലും അതങ്ങനെ നടന്ന് ഇടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിനോട് തന്നെ എനിക്ക് പറയാൻ കാരണം, ആ ഭാരത് ബെൻസ് ഇല്ലെങ്കിൽ ആ ഒരു വണ്ടി ഉണ്ടാക്കിയ ആ കമ്പനി പറയുന്നത് 7 ദിവസം അതിനകത്ത് ജീവിക്കാൻ സാധിക്കും ഫുഡുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. 7 ദിവസം ജീവിക്കാൻ സാധിക്കും ഫുഡുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഫ്യൂവലിൻ്റെ കാര്യം അവർ ചിന്തിക്കുന്നില്ല. വണ്ടിയിൽ ഫ്യൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ AC ആയാലും ആ വണ്ടിയിൽ ഏത് മെക്കാനിക്കൽ സിസ്റ്റം ആയാലും ആക്റ്റീവ് ആവുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെയാണ് അവിടുത്തെ ഓരോ വണ്ടി ഓപ്പറേറ്റർമാരും അവിടെ 8 മണിക്ക് മുമ്പേ വണ്ടി നിർത്തുന്നു, അവരവരെ കാര്യങ്ങൾ നോക്കി പോകുന്നു. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്നാൽ അവിടുത്തെ പോലീസുകാർ വരെയും വെറും ക്രൂരമായാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പച്ചയ്ക്ക് ഞാൻ ന്യൂസ് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. വെറും ഒരു പട്ടിക്ക് തുല്യമായാണ് ആ ഒരു മനുഷ്യജീവൻ, 3 മനുഷ്യജീവനെ കാണുന്നത്. പക്ഷേ അതൊരു ഇന്ത്യൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയട്ടെ, ഒരു ഏതെങ്കിലും മന്ത്രിമാരുടെ ബന്ധുക്കളെയോ ഇല്ലെങ്കിൽ സ്വന്തം ഏതെങ്കിലും മന്ത്രിപുത്രന്മാരാണെങ്കിലും ആ ജീവൻ ഇതിനു മുമ്പേ പുറത്തിറക്കാൻ വേണ്ടി അവർ എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശ്രമിച്ച് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് പുറത്തെടുത്തേക്കാം. ഇതൊരു പാവപ്പെട്ടവനെന്ന ഒരു കാര്യം കൊണ്ടാണ് ഇത്രയും ദിവസം ഈ ഒരു കാര്യം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു വണ്ടിയുടെ 1% ആ 3 ജീവനിലെ ഒരു കണികയോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. അതിനോടൊപ്പം തന്നെ ഇപ്പം ഈ ചാടിപ്പുറപ്പെട്ട കുറേ ഫ്ലെക്സും ബാനറും കൊണ്ടിറങ്ങിയ കുറേ ആൾക്കാരുടെ മീഡിയയിൽ അതും കാണിച്ചായിരുന്നു കുറേ ആൾക്കാർ ഇറങ്ങിയത്. ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധോദിച്ചത്? ഇപ്പോഴാണോ ചിന്തിക്കാൻ തോന്നിയത്? നേരത്തെ ആദ്യഘട്ടം ഒരു ദിവസം ഇല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ അടിയിലായെന്ന് അറിഞ്ഞത് ഉടനെ തന്നെ ഈ കെട്ടും പാണ്ടമൊക്കെ എടുത്ത് ആദ്യമേ ഇറങ്ങിയിരുന്നുവെങ്കിൽ സർക്കാരുകൾക്ക് ചൂടുണ്ടായേനെ. ഇപ്പം എന്താ ആർമി വരുന്നു, നമ്മുടെ മിലിറ്ററി ഇങ്ങോട്ട് വരുന്നു. മിലിറ്ററി ഇപ്പോൾ വന്നിട്ട് എന്തെടുക്കാനാണ് പറഞ്ഞത്? ആദ്യമേ ഈ മിലിറ്ററി ഇവിടെ വന്നിരുന്നുവെങ്കിൽ, ആദ്യഘട്ടം ഈ മണ്ണിൻ്റെ അടിയിലായ സമയത്ത് ഇന്ത്യൻ മിലിറ്ററി വന്നിരുന്നുവെങ്കിൽ ആ ജീവൻ ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചേക്കും. ഇപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരേ ഒരു കാര്യം ആ ജീവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടെ ബോധ്യം വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്ത് ടാഗ് ചെയ്ത് ആ ഒരു വീഡിയോ കുറേ കൂടെ നമ്മളെ ഓരോരുത്തരും ഫേമസ് ആവാൻ വേണ്ടി സ്വന്തം മുഖവും കൂടെ കാണിച്ച് അതിലത്തേക്ക് ആ വീഡിയോയും കൂടെ എടുത്തിട്ട് ആഡ് ചെയ്ത് ഇപ്പോഴും കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കാരണം മിക്കവരുടെ എന്ന് വെച്ചാൽ അവരെ കുടുംബക്കാരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അത് നിങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ ന്യൂസുകളിൽ വാരിപ്പറക്കി എറിയുകയാണ്. വെറും 24 hours ഫുൾ ലൈവിലത് ആ ഒരു ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബക്കാരെന്ത് വേദന സഹിക്കുന്നു എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ നമുക്കിവിടെ നിന്ന് ഈ കേരളത്തിൽ നിന്നിട്ട് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാലും ഞാൻ പറയണമല്ലോ. എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന തീരുമാനം ഒന്ന് വേഗതയിലായിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. നമുക്കിപ്പോൾ പറ്റുന്നത് ദൈവത്തോട് വിളിച്ചിട്ട് ഒന്ന് ജീവനോട് ആ പയ്യൻ, ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആ 3 സുഹൃത്തുക്കളും വരണേ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പറ്റുന്ന ആൾക്കാരെല്ലാം സ്വന്തം വീട്ടിൽ ദൈവത്തിൻ്റെ ഫോട്ടോ കാണാം. ദൈവത്തിൻ്റെ ഫോട്ടോ ഇല്ലാത്തവരുണ്ടാവും. ഒരു 2 സെക്കൻഡ് അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഈ അവിടെ നിൽക്കുന്ന ഇറ്റാച്ചിക്കാരും അവിടെ നിൽക്കുന്ന ഓരോ വർക്കേഴ്സും എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെപ്പോലുള്ള ഒരു ജീവനാണ്, നിങ്ങളുടെ കുടുംബത്തിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ 8 മണിക്ക് മുമ്പേ കളഞ്ഞിട്ട് പോകുമായിരുന്നു. അതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി വരും കാലത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും പോയാൽ മാത്രമേ ഈ കലിയുഗത്തിൽ രക്ഷയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തോട്. അവൻ മറ്റൊരു കുടുംബത്തിലുള്ള അല്ല, സ്വന്തം കുടുംബമാണ്, സ്വന്തം സഹോദരനാണ് എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയാണ് എന്നുള്ള ബോധം എല്ലാവർക്കും തിരിച്ചറിഞ്ഞാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്കും വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്.